Days after Bengaluru-based Atul Subhash died by suicide alleging harassment by his wife, she and her mother and brother were arrested by Bengaluru police on Saturday morning. We have breaking news coming in. The Bengaluru Chekki Atul Subhash's wife Nikita Singhania and two other family members have been arrested by the Bengaluru police. Remember, जहां पर जौनपुर की खबर आपको दिखा रहे हैं। अतुल सुभाष सुसाइड केस से जुड़ा हुआ एक बड़ा अपडेट आपको दे देते हैं कि जो थी वो जौनपुर में थी। पूरे कोर्ट में उसके संबंधित जो भी पत्रावलियां थी, जो मुकदमे की फाइलें थी, जो चल रहा था, जिससे हताश परेशान हो चुका था अतुल सुभाष मोदी जौनपुर के कोर्ट में हाजिर हुए। അത്തുൽ സുഭാഷ് കഴിഞ്ഞ ഒരാഴ്ചയായി ഏത് ന്യൂസ് പേപ്പർ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാലും എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ അത്തുൽ സുഭാഷിന് എന്താണ് സംഭവിച്ചത്? ഒരാഴ്ചയ്ക്ക് മുൻപ് ഇദ്ദേഹം തന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യേണ്ട കാരണം എന്ത്? അദ്ദേഹത്തിന് എന്തെല്ലാമാണ് സംഭവിച്ചത്? അയാൾക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ അതാർക്കും സംഭവിക്കാം, നിങ്ങൾക്ക് പോലും. കാരണം കുറ്റം തെളിയുന്നതുവരെ ഒരാൾ നിരപരാധിയാണെന്ന് നിയമം പറയുന്നു. പക്ഷെ സമൂഹം പറയുന്നത് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നതുവരെ ഒരാൾ കുറ്റവാളിയാണ്. കാരണം നിരപരാധികളെ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്താൽ വളരെ പെട്ടെന്ന് പറയും സ്ത്രീ തന്നെ പീഡനമായിരിക്കാം, ഭർത്താവ് അവളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടാകും, പുരുഷൻ തന്നെയായിരിക്കും ഇതിന് കാരണം, മറ്റാരാണ് എന്നൊക്കെ. അമ്മായിയമ്മ അവളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ പല കാരണങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. എന്നാൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്താൽ എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത്? നമ്മുടെ നിയമം വേദന അനുഭവിക്കുന്ന പല സ്ത്രീകൾക്കുള്ള സുരക്ഷയും സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരതകൾക്കും അവരുടെ അടിസ്ഥാന അവകാശങ്ങൾക്കും അനുസരിച്ചുള്ള നീതി നൽകുന്നുണ്ട്. അത്രത്തോളം ആരെക്കൊണ്ടും യാതൊരു കുറവും പറയാത്ത രീതിയിൽ ശക്തമാർന്ന നിയമം നമുക്ക് ഉണ്ട്. പക്ഷേ തങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങളെ പോലും ചില സമയങ്ങളിൽ തെറ്റായി ഉപയോഗിക്കുകയും ചില സ്ത്രീകൾ ലാഭം നോക്കുകയും ചെയ്യുന്നു. അതിന് പുറകിൽ മിക്ക പുരുഷന്മാരുടെയും ത്യാഗമാണുള്ളത്. അതുപോലെ ഒരു സ്ത്രീ മരിക്കുമ്പോൾ അത് വലിയ കാര്യമായി സംസാരിക്കുന്നു. പക്ഷേ പുരുഷൻ ഇവിടെ മരിച്ചാൽ അതൊരു വലിയ കാര്യമാക്കാറേയില്ല. പക്ഷെ എല്ലാ സമയങ്ങളിലും അത് ഒരുപോലെ ആയിരിക്കില്ല. അതുപോലെ അത്തുൽ സുഭാഷ് ബാംഗ്ലൂരിൽ നിയമം കാരണം ഭാര്യ നൽകിയ പീഡനം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം എന്തുകൊണ്ട് ഈ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് ഒരു ഡോക്യുമെന്റ് ആയി തന്നെ എഴുതിയിട്ടുണ്ട്. കൂടാതെ 81 മിനിറ്റ് വീഡിയോ ആയും എടുത്തിരുന്നു. ആ വീഡിയോ വൈറലാവുകയും വളരെ സെൻസേഷണൽ വാർത്തയാവുകയും ചെയ്തു. തന്റെ തീരുമാനത്തിനുള്ള കാരണം ജനങ്ങളെ ഞെട്ടിപ്പിച്ചു. ചിലർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം, പക്ഷെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും ഇതൊന്നും അറിയില്ല. കാരണം കോടതിയിലെ വിവാഹമോചന കേസുകൾ കാണുമ്പോൾ അവിടെ എത്ര കള്ളങ്ങൾ പറയുന്നു, സ്ത്രീകൾ എങ്ങനെയാണ് പുരുഷന്മാരെ കുറ്റപ്പെടുത്തുന്നത് എന്നത് ഒരു അഭിഭാഷകനോട് ചോദിച്ചാൽ മനസ്സിലാകും. ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ കാരണം എന്ത്? സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇങ്ങനെ സംഭവിക്കാമെന്ന് സമൂഹത്തിന് കാണിച്ചു തന്ന ബാംഗ്ലൂരിനെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. നമ്മുടെ കിഡ്സ് ബെസ്റ്റിയിൽ ക്രിസ്മസിനായിട്ടുള്ള ഒരു മാജിക് ട്രീ വന്നിട്ടുണ്ട്. ഈ മാജിക് ട്രീ നൽകിയിട്ടുള്ള സ്റ്റാൻഡിൽ വെക്കുക. കൂടെ 3 ഫ്ലൂയിഡ് നൽകിയിട്ടുണ്ടാകും. അത് ആ സ്റ്റാൻഡിൽ ഒഴിച്ച് 12 മണിക്കൂർ കാത്തിരിക്കുകയാണെങ്കിൽ ഒരു മാജിക് ക്രിസ്മസ് ട്രീ റെഡിയാകും. അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെയിൻ കൂടെ ഗ്ലിറ്ററും ഈ ഒരു പാക്കിനുള്ളിൽ ഉണ്ടാകും. ഇത് വെറും 99 രൂപ മാത്രം. കൂടുതൽ വിശദാംശങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയാം. 34-കാരനായ അത്തുൽ സുഭാഷ് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വദേശം ബീഹാറാണ്. ഒരു സ്വകാര്യ കമ്പനിയിൽ സീനിയർ എക്സിക്യൂട്ടീവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. കൈ നിറയെ ശമ്പളം, സ്നേഹമുള്ള കുടുംബം. അദ്ദേഹം സന്തോഷത്തോടു കൂടി ജീവിച്ചു. കഴിഞ്ഞ 2019 നികിത സിംഘാനി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവർക്കൊരു ആൺകുട്ടിയും ജനിച്ചു. തുടക്കത്തിൽ വളരെ സാധാരണ ഒരു കുടുംബം പോലെ സന്തോഷകരമായി മുന്നോട്ട് പോയി. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും പ്രശ്നം കടന്നു വരാൻ തുടങ്ങി. വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും നികിതയും അമ്മയും ധാരാളം ഡ്രസ്സുകൾ വാങ്ങുകയും പണം ആഡംബരമായി ചിലവഴിക്കുകയും ചെയ്യും. ഒരു കുടുംബജീവിതം തകരാൻ തന്നെ സ്ത്രീയുടെ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ പ്രധാനമായും അമ്മമാരാണെന്ന് ഒരുപാട് പേർ പറയും. കാരണം ഭാര്യ ഭർത്താക്കന്മാരെ ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുവദിക്കണം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെ ഒറ്റയ്ക്കാക്കിയാൽ മതി. അവർ തീർച്ചയായും സുഖമായി ജീവിക്കും. ഇങ്ങനെ എല്ലാം ശരിയെന്ന് പറഞ്ഞ് അത്തുലും ഭാര്യയും അമ്മായിയമ്മയും ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. കൂടാതെ എപ്പോഴെല്ലാമാണോ അതുലിന്റെ മാതാപിതാക്കൾ വീട്ടിലേക്ക് വരുന്നത് അപ്പോഴെല്ലാം നികിത അവരെ ഒരല്പം പോലും ബഹുമാനിക്കാറില്ല. എങ്കിൽ പോലും അതുൽ നികിതയെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 2020 കൊറോണ സമയമായതിനാൽ നികിത യാതൊരു ജോലിയും ഇല്ലാതെ വീട്ടിലായിരുന്നു വരുന്നത്. മാത്രമല്ല അവൾ
ഈ സിനിമ സീരീസ് ഒക്കെ കാണുന്നതിന്റെ തിരക്കായതിനാൽ അതുലാണ് വീട്ടിലെ ജോലികൾ ചെയ്യുന്നതും അതേസമയം ഓഫീസിലെ ജോലിയും ചെയ്തിരുന്നത്. ആ ഘട്ടത്തിൽ നികിതയ്ക്കും കൊറോണ ബാധിച്ചു. പക്ഷെ അതുൽ അവളെ വളരെ നന്നായി തന്നെ പരിചരിച്ചു. ആ സമയവും കഷ്ടപ്പെട്ട് പുറത്തേക്ക് പോയി മരുന്നുകൾ വാങ്ങുകയും വീട്ടിലെ ജോലികൾ ചെയ്യുകയും ഓഫീസിലെ ജോലികൾ ചെയ്യുകയും ചെയ്തു. പക്ഷെ അപ്പോൾ പോലും മരുന്ന് കഴിക്കില്ല എന്നവൾ വാശി പിടിച്ചു. ഇവിടെ മുതലാണ് പ്രശ്നങ്ങൾ ചെറുതായി ഉടലെടുക്കാൻ തുടങ്ങിയത്. കുറച്ചു ദിവസത്തിൽ തന്നെ നികിത മകനെയും കൂട്ടി അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അന്നാണ് അവസാനമായി അതുൽ സ്വന്തം മകനെ കാണുന്നത്. ആദ്യം രണ്ടുപേരും 8 മാസത്തോളം വെവ്വേറെ ജീവിച്ചു. അതിനുശേഷം അവർ സ്ഥിരമായി വേർപിരിയാൻ തീരുമാനിച്ചു. വിവാഹമോചന കേസ് അപേക്ഷിച്ചു. വിവാഹമോചനമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമെന്ന് ചിന്തിച്ചു. എല്ലാവരും മുന്നോട്ടു പോകാനും സ്വന്തമായി ജീവിക്കാനും ഈ ഒരു വിവാഹമോചനത്തിന് ശേഷം ചിന്തിക്കും. അതുലും അത് തന്നെയാണ് ചിന്തിച്ചത്. പക്ഷെ സങ്കടമെന്ന് പറയട്ടെ, ഈ വിവാഹമോചനം കാരണം അദ്ദേഹത്തിന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. കാരണം നികിത കൂടുതൽ ജീവനാംശം ചോദിച്ചു. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കള്ളക്കേസുകൾ ചുമത്താൻ തുടങ്ങി. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, പ്രകൃതി വിരുദ്ധ സെക്സ്, മർഡർ കേസ്, ഇങ്ങനെ മൊത്തം 9 കേസുകളോളം ഫയൽ ചെയ്തു. കൊലപാതക കേസോ? അതുൽ അങ്ങനെ ആരെയാണ് കൊല്ലാൻ ശ്രമിച്ചത്? നികിതയുടെ പിതാവിനെ കൊന്നു എന്ന പേരിലായിരുന്നു കേസ് ഫയൽ ചെയ്തത്. 2022 നികിതയുടെ പിതാവ് മരിച്ചു. കാരണം ഹൃദയാഘാതവും ഷുഗറുമായിരുന്നു. വർഷങ്ങളായി അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് അതുൽ തന്നെ പീഡിപ്പിച്ചുവെന്നും ആ വിഷാദം കാരണം അച്ഛന് ഹൃദയാഘാതമുണ്ടായി. അതിനാൽ അതുൽ തന്നെയാണ് പിതാവിനെ പരോക്ഷമായി കൊന്നു എന്ന കാരണം കാണിച്ചാണ് അവൾ കേസ് കൊടുത്തത്. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ അതുൽ ഒരു തെറ്റും ചെയ്തില്ല എന്നും തെളിഞ്ഞു. അതുലിനെതിരെ മാത്രമല്ല, അവന്റെ സഹോദരനെതിരെ, മാതാപിതാക്കൾക്കെതിരെ സ്ത്രീധന പീഡന കേസ് ഫയൽ ചെയ്തു. ഇതിനിടയിൽ പോലും അതുൽ നികിതയ്ക്ക് എല്ലാ മാസവും 40,000 ജീവനാംശവും നൽകിയിരുന്നു. പക്ഷേ നികിത തനിക്ക് പ്രതിമാസം 2 ലക്ഷം രൂപ വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഈ കേസുകളെല്ലാം ഫയൽ ചെയ്തത് ഉത്തർപ്രദേശിലെ ജൗൻപൂരിലായിരുന്നു. ഈ ബാംഗ്ലൂരിൽ നിന്ന് ജൗൻപൂരിലേക്ക് 40 തവണയെങ്കിലും അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. 1800 കിലോമീറ്റർ 40 തവണ യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഇങ്ങനെ ഒരു കേസ് പൂർത്തിയായാൽ ആ സന്തോഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ മറ്റൊരു കേസ് ഫയൽ ചെയ്യും. എല്ലാം കള്ളക്കേസുകൾ. ഇങ്ങനെ തുടർച്ചയായി കള്ളക്കേസുകൾ ചുമത്തിക്കൊണ്ടേയിരുന്നു. മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഏകദേശം 120 ഹിയറിംഗ് നടന്നു. അവൾ ചോദിക്കുമ്പോഴെല്ലാം ലക്ഷക്കണക്കിന് പണം കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തകർന്നുപോയി. താൻ എന്തിന് സമ്പാദിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായില്ല. ചിന്തിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹം സമ്പാദിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന പണം കൊണ്ട് ശത്രുക്കളാണ് ശക്തരാകുന്നത്. ആ പണം കൊണ്ട് അദ്ദേഹത്തിന് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല, ബുദ്ധിമുട്ടുകൾ മാത്രം ഉണ്ടാകുന്നു. അതിനാൽ താൻ സമ്പാദിക്കുന്നത് തുടരുകയാണെങ്കിൽ അതൊരു സൈക്കിൾ പോലെ വീണ്ടും തുടരും. അതുകൊണ്ട് അത് അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹം നൽകുന്ന പണമെല്ലാം നികിതയ്ക്ക് മാത്രമല്ല പോകുന്നത്. അതിൽ ഒരു പങ്ക് മകനുമുണ്ട്. ഒരു പക്ഷേ നികിത തന്റെ മകന്റെ ഭാവിക്ക് വേണ്ടി ആ പണമെല്ലാം സേവ് ചെയ്യുമെന്ന് അദ്ദേഹം ഒരു സെക്കൻഡ് ചിന്തിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് തൃപ്തിപ്പെടാനായില്ല. കാരണം അതുൽ അദ്ദേഹത്തിന്റെ മകനു വേണ്ടി കൊടുത്ത പണം മകനു വേണ്ടി ചിലവാക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ മേൽ കള്ളക്കേസുകൾ ചുമത്താൻ വേണ്ടിയാണ് അവൾ ഉപയോഗിച്ചത്. അതെ, അദ്ദേഹം നൽകുന്ന പണമെല്ലാം അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വക്കീൽ ഫീസാ തന്നെ പോകുന്നു. കൂടാതെ 1 കോടി രൂപയ്ക്ക് ആഡംബര വീട് വാങ്ങുന്നു, ആഡംബരമായി ചിലവാക്കുന്നു. ഇതിനെല്ലാം വേണ്ടി മാത്രമാണ് അവൾ അതുൽ നിന്നും ഇത്രയേറെ പണം ആവശ്യപ്പെട്ടത്. ഇത് നികിതയും അമ്മയും ചേർന്നിട്ട ഒരു പദ്ധതിയാണ്. അതുൽ നികിതയുടെ കസ്റ്റഡിയിലുള്ള സ്വന്തം മകനെ കാണണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവൾ 30 ലക്ഷം രൂപ തന്നാൽ മാത്രമേ കാണാൻ അനുവദിക്കുള്ളൂ എന്നും പറഞ്ഞു. അപ്പോഴും പണം തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം. ഒടുവിൽ സെറ്റിൽമെന്റ് എന്ന പേരിൽ നികിതയും കുടുംബവും ആദ്യം 1 കോടി രൂപ ചോദിച്ചു. എന്നാൽ പിന്നീട് ആ 1 കോടി 3 കോടിയാക്കി. അയാൾക്ക് ഇത്രയും പണം എങ്ങനെ നൽകാൻ സാധിക്കും? ഇതിനൊരു അവസാനമേ ഇല്ലേ? താൻ അവസാനം വരെയും കോടതിയിൽ ഇങ്ങനെ കയറി ഇറങ്ങണോ? കഷ്ടപ്പെട്ട് സമ്പാദിച്ച് പണം വെറുതെ കൊടുക്കണോ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. സത്യത്തിൽ അദ്ദേഹം മാനസികമായി തളർന്നു. ഇപ്പോൾ പോലും ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എന്നെ കൊണ്ട് ചിന്തിച്ചു പോലും നോക്കാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം ഹിയറിംഗിൽ അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ കാരണമാണ് മിക്ക പുരുഷന്മാരും ആത്മഹത്യ ചെയ്യുന്നത് എന്ന്. എന്നാൽ ഇതിന് നികിത എന്ത് പറഞ്ഞുവെന്നറിയണ്ടേ? പിന്നെ എന്തുകൊണ്ട് നീ ഇതുവരെ മരിച്ചില്ല എന്ന് ചോദിച്ചു. ഇത് കേട്ട ജഡ്ജിയായ റീത്ത കൗശിക് ചിരിക്കുകയാണ് ചെയ്തത്, കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ജഡ്ജ് നികിതയോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. പിന്നീട് 5 ലക്ഷം രൂപ തന്നാൽ ഈ ഒരു കേസിനെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നും ആ ജഡ്ജ് അതുലിനോട് പറഞ്ഞു. ഇത് നമ്മൾ പറഞ്ഞ കാര്യമല്ല, അതുൽ തന്നെ പറഞ്ഞ കാര്യമാണ്.
വാസ്തവത്തിൽ ഈ ഒരു സംഭവം അദ്ദേഹത്തിന് നിയമത്തിലുള്ള പ്രതീക്ഷ തന്നെ നഷ്ടപ്പെടുത്തി. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക, യാതൊരു വഴിയുമില്ല എന്ന ഘട്ടത്തിൽ നമ്മൾ അവസാനമായി ചെല്ലുന്ന ഒരിടമാണ് നിയമം. നിയമം നമുക്ക് കൈതരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ അതുലിന് അത് വലിയ പരാജയമായിരുന്നു. ഇവിടെയാണ് ഞാൻ മറ്റൊരു സംഭവത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം കർണാടകയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ വിവാഹമോചന കേസ് കൊടുത്തു. തന്റെ ഭർത്താവ് തനിക്ക് മാസാമാസം 6 ലക്ഷം രൂപ ജീവനാംശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കേസ് കൊടുത്തത്. എന്നാൽ ഇങ്ങനെ ഒരു ആവശ്യം കേട്ട ആ ജഡ്ജ് പോലും ഞെട്ടിപ്പോയി. എന്തിനാണ് ഇത്ര പണം? നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കാൻ ഒരു പെൺകുട്ടിക്ക് മാസാമാസം ഇത്രയേറെ പണം ആവശ്യമുണ്ടോ? അങ്ങനെ ഇത്രയേറെ പണം വേണം, അതുകൊണ്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ സ്വയമേ സമ്പാദിച്ച് ജീവിക്കണം. ഇങ്ങനെയായിരുന്നു ആ ജഡ്ജി പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു. ആ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കാൻ വന്ന അഭിഭാഷകനെയും ശക്തമായി വിമർശിച്ചു. കർണാടക ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജഡ്ജ് ലളിതയായിരുന്നു ഈ ഒരു പ്രസ്താവന നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നല്ലവർ തീർച്ചയായും ഉണ്ട്. എല്ലാവരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. എല്ലാ ജഡ്ജും ഈ റീത്ത കൗശിക്കിനെ പോലെ ആയിരിക്കില്ല. ഇങ്ങനെ മനസാക്ഷിയുള്ള ചിലരുമുണ്ട്. ഇനി തിരികെ അതുലിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാവരും, ഈ ജഡ്ജ് ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തെ ഒരു ATM മെഷീനായിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെയാണ് ഉപയോഗിച്ചത്. അതിനാൽ അതുൽ എടുത്ത വീഡിയോയിൽ പറഞ്ഞിരുന്നത് താൻ മരിക്കാൻ പോവുകയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഈ ATM ക്ലോസ് ആയി എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. കൂടാതെ 24 പേജുള്ള ഒരു ഡോക്യുമെന്റ് ഇത് തയ്യാറാക്കി. അത് ഡൊണാൾഡ് ട്രംപ്, എലോൺ മസ്ക് തന്റെ എക്സ് പേജിൽ എല്ലാം ടാഗ് ചെയ്തു. കൂടാതെ ലിങ്ക്ഡിനിലും ഒരു പോസ്റ്റ് കൊടുത്തു. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് നിങ്ങൾ കാണുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. കൂടാതെ അദ്ദേഹം വാട്സപ്പിൽ NG ഗ്രൂപ്പിലുള്ളതിനാൽ മരിക്കുന്നതിന് മുൻപ് ആ വീഡിയോയും ആ 24 പേജുള്ള ഡോക്യുമെന്റ് ഒരു ഇമെയിലായി ആ ഗ്രൂപ്പിലേക്ക് അയച്ചിരുന്നു. ആ ഗ്രൂപ്പിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹോദരനും മറ്റു സുഹൃത്തുക്കൾക്കും പുലർച്ചെ 1 മണിയോടുകൂടി അയച്ചു. അങ്ങനെ ഇദ്ദേഹം 1 മണിക്ക് അയച്ച ആ ഒരു മെസ്സേജ് NGO ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി ഡിസംബർ 9-ാം തീയതി രാവിലെ 6 മണിക്കാണ് കണ്ടത്. അത് കണ്ട ഉടൻ തന്നെ അദ്ദേഹം ഞെട്ടിപ്പോയി. ഉടൻ തന്നെ പോലീസിനെയും അറിയിച്ചു. പോലീസ് ഉടൻ അതുലിന്റെ ബാംഗ്ലൂരിലെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി നോക്കിയപ്പോൾ അതുൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടാതെ അദ്ദേഹത്തിന്റെ മുറിയിൽ ജസ്റ്റിസ് ഈസ് ഡ്യൂ, നീതി ഇപ്പോഴും ലഭിച്ചിട്ടില്ല, പെൻഡിംഗ് ആണ് എന്നൊരു ബോർഡ്. പിന്നീട് ഉടൻ തന്നെ പോലീസ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ വിവരം അറിയിക്കുന്നു. സംഭവം കേട്ട് മാതാപിതാക്കൾ ഓടിയെത്തുന്നു. അതുലിന്റെ ആ മൃതശരീരം കണ്ട് അവർ അവിടെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അതുലിന് ഒരുപാട് പ്രശ്നമുണ്ടെന്ന് അവർക്കറിയാം. അത് കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് അവർ ഒട്ടും പോലും പ്രതീക്ഷിച്ചില്ല. ഈ വാർത്ത അതിനുശേഷം വളരെ സെൻസേഷനായി മാറി. അതുലിന് നീതി എന്ന ഹാഷ്ടാഗ് വൈറലാകാൻ തുടങ്ങി. ജസ്റ്റിസ് ഈസ് ഡ്യൂ എന്ന ഹാഷ്ടാഗ് വൈറലാകാൻ തുടങ്ങി. മീ ടു എന്ന ഹാഷ്ടാഗ് പോലെ തന്നെ പുരുഷന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് നീതി ലഭിക്കുന്നത് പോലെ മെൻ ടു എന്ന ഹാഷ്ടാഗും ട്രെൻഡ് ആകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നികിതയും ഒരു MNC കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവൾക്കും നല്ല ശമ്പളം ലഭിക്കുന്നുണ്ട്. എങ്കിലും അവൾക്ക് പണത്തോടുള്ള ആർത്തി കാരണം ഒരു നിരപരാധിയായ മനുഷ്യന്റെ ജീവനാണ് നഷ്ടമായത്. ഇങ്ങനെ നികിതയോട് രോഷം വന്ന ഒരുപാട് പേർ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടു. ആക്സെഞ്ചർ എന്ന കമ്പനിയിലായിരുന്നു അവൾ ജോലി ചെയ്തത്. ആ ഒരു പേജ് ടാഗ് ചെയ്യുകയും ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു പ്രതികരണം എന്ന നിലയിൽ ആ കമ്പനിയുടെ അക്കൗണ്ട് തന്നെ അവർ ബ്ലോക്ക് ചെയ്തു. കൂടാതെ അതുലിന്റെ ആ ഒരു വീഡിയോയിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരുന്നു. ഒന്നാമതായി, തന്റെ ഡെഡ് ബോഡി ഒരിക്കലും തന്റെ ഭാര്യ കാണാൻ പാടില്ല. ഈ കേസ് ഉത്തർപ്രദേശിൽ നിന്നും കർണാടകയിലേക്ക് മാറ്റണം. കോടതിയുടെ ഈ ഒരു അന്വേഷണം തൽസമയമാക്കണം. തന്റെ മകൻ തന്റെ മാതാപിതാക്കളുടെ കസ്റ്റഡിയിൽ വളരണം. സഹതാപം ഉണ്ടാക്കാനായി ഒരുപാട് തവണ നികിത ഈ കേസിന്റെ ഹിയറിംഗ് നടക്കുമ്പോൾ മകനെ കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഈ ഡിമാൻഡ്സ് എല്ലാം നിറവേറ്റുന്നത് വരെ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഗംഗാ നദിയിൽ ലയിപ്പിക്കരുത്. തന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്റെ ചിതാഭസ്മം ആ കോടതിക്ക് മുൻപിലുള്ള ഡ്രെയിനേജിലിടാൻ ആവശ്യപ്പെട്ടു. കൂടാതെ തന്റെ മകൻ 2038 വായിക്കണം എന്ന് അദ്ദേഹം മെൻഷൻ ചെയ്തുകൊണ്ട് അവന് വേണ്ടി ഒരു ലെറ്ററും എഴുതിയിരുന്നു. അതുൽ മറ്റൊരു പേജിൽ മകനെ പരാമർശിച്ചിട്ട്, ഞാൻ നിന്നെ ആദ്യമായി കണ്ടപ്പോൾ നിനക്ക് വേണ്ടി ജീവൻ പോലും നൽകണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവൻ പോകാൻ കാരണം തന്നെ നീയാണ്. അതായത് നികിത അദ്ദേഹത്തിന്റെ മകനെ വെച്ചാണ് കൂടുതലും ഭീഷണിപ്പെടുത്തിയത്. അങ്ങനെ ഭീഷണിപ്പെടുത്തിയതാണ് തന്റെ മരണത്തിന് ഒരു കാരണമെന്നും അതുൽ ആ ഒരു വീഡിയോയിൽ വികാരഭരിതനായി പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു മകനിൽ നിന്നും സ്വന്തം അച്ഛനെയും മാതാപിതാക്കളിൽ നിന്നും അവരുടെ മകനെയും നികിത വേർപിരിച്ചു. കുറച്ചു തുക തന്നാൽ മാത്രമേ മകനെ കാണാൻ അനുവദിക്കൂ എന്ന് അവൾ പറഞ്ഞു. സിനിമയിൽ ഈ തട്ടിക്കൊണ്ടുപോകുന്ന വില്ലനെ പോലെയായിരുന്നു നികിത അതുലിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത്. ഇതെല്ലാം അദ്ദേഹം വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്.
ഇങ്ങനെയൊക്കെ നികിത തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. നിയമം ഒരു വ്യക്തിക്ക് വേണ്ടി പക്ഷപാതമായി പെരുമാറുന്നു. കൂടാതെ എല്ലാ നിയമങ്ങളും ഇങ്ങനെ തന്നെയാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. എത്ര പുരുഷന്മാരാണ് ഇത് കാരണം ബാധിക്കപ്പെടുന്നത്? തൻ്റെ ഭാര്യയുമായി മല്ലിടുക മാത്രമല്ല, താൻ ഒരു നിയമ പോരാട്ടത്തിന് വിധേയനായി. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമം പറയുന്നത്. പക്ഷേ അതുലിന്റെ കാര്യം വരുമ്പോൾ അതേ നിയമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഈ തൂക്ക് കയർ വീഴാൻ ഒരു കാരണമായിരുന്നത്. അതുൽ മാനസിക വിഭ്രാന്തിയോ അല്ലെങ്കിൽ ഈ ഡിപ്രഷൻ കാരണമോ അല്ല തീരുമാനം എടുത്തത്. അദ്ദേഹത്തിന് നിയമത്തിലുണ്ടായിരുന്ന അതൃപ്തിയായിരുന്നു. പൂർണ്ണ ബോധത്തിലാണ് അദ്ദേഹം ഈ തീരുമാനം എടുത്തത് എന്ന് ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ശ്രദ്ധാപൂർവം കണ്ട ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ വ്യാജമായ കേസുകൾ കൊടുക്കുന്നത്, സ്ത്രീധന പീഡന കേസ്, എൻ്റെ മകളെ കൈപിടിച്ചു വലിച്ചു, മകളെ റേപ്പ് ചെയ്തു എന്നുള്ള ചില മാതാപിതാക്കൾ നൽകുന്ന കള്ളക്കേസുകൾ കാരണം എത്ര നിരപരാധികളാണ് അവിടെ ശിക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കുറ്റം തെളിയുന്നത് വരെ നിരപരാധിയാണെന്ന് നിയമം പറയുന്നു. എന്നാൽ സമൂഹം പറയുന്നത് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെയും ഒരുവൻ കുറ്റക്കാരനാണ്. ഇവിടെ അതുലിന്റെ കേസിൽ സംഭവിച്ചത് സമൂഹവും നിയമവും ഒന്നടങ്കം എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് വിധിയെഴുതി. എല്ലാവരിലും ഉണ്ടായിരുന്ന വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ആരെയും ഒരു തരി പോലും അദ്ദേഹത്തിന് വിശ്വാസമില്ലാതായി. അവസാനം മരണമാണ് എല്ലാത്തിൻ്റെയും ഒരു പോംവഴി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സന്തോഷം മരണം വഴി മാത്രമേ ലഭിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം കണ്ടെത്തി. സ്നേഹത്തിന്റെ പ്രതീകമായ സ്ത്രീകൾക്ക് അത്യധികം തിന്മ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതും സത്യമാണ്. ഇവിടെ എല്ലാ സ്ത്രീകളെയും അല്ല പറയുന്നത്. ഇങ്ങനെയുള്ള ചില സ്ത്രീകൾ ഈ ഒരു സംഭവത്തിലൂടെ അതിലിന് മാത്രമല്ല, ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ മൊത്തത്തിൽ ഒരു സമൂഹത്തിന് തന്നെ നിയമവ്യവസ്ഥയോടുണ്ടായിരുന്ന വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ കളങ്കം തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇതെങ്ങനെ നികത്താൻ സാധിക്കും? നിയമത്തിന് ഈ ഒരു കളങ്കത്തെ തുടച്ചു മാറ്റാൻ സാധിക്കുമോ? ഇപ്പോ അതുലിന്റെ ഭാര്യയായ നികിത, നികിതയുടെ സഹോദരൻ, നികിതയുടെ അമ്മ, ഇവർ മൂവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇവർ അർഹിക്കുന്ന ശിക്ഷ ഇവർക്ക് നൽകിയേ മതിയാകും. ഇങ്ങനെ അവർക്ക് നൽകുന്ന ആ ഒരു വിധി പുരുഷന്മാരെ ATM മെഷീനായി മാത്രം കാണുന്നവർക്ക് ഒരു പാഠമായിരിക്കണം. പുരുഷന്മാരെ പണം കൊയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണെന്ന് സ്ത്രീകളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സമൂഹത്തിനും ഇതൊരു പാഠമായിരിക്കണം. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഈ മൂവർക്കും എന്ത് ശിക്ഷ ലഭിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ പ്രതീക്ഷിക്കുന്നു. നൽകിയിട്ടുള്ള സ്റ്റാൻഡിൽ ലിക്വിഡ് ഒഴിച്ച് 12 മണിക്കൂർ കാത്തിരുന്നാൽ അതൊരു മരമായി വളരുന്നത് പോലുള്ള മാജിക് നിങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. വെറും 99 രൂപ മാത്രം. 4 പീസ് വാങ്ങിയാൽ 359 രൂപയ്ക്ക് ലഭിക്കും. നോൺ ടോക്സിക് ആണ്, ഭയപ്പെടേണ്ടതില്ല. ഇത് ഡെക്കറേറ്റ് ചെയ്ത് വീട്ടിൽ വയ്ക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ക്രിസ്മസ് സമ്മാനമായി കൊടുക്കാനുള്ള നല്ലൊരു അവസരവുമാണ്. ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് മറ്റെവിടെയും ലഭിക്കില്ല. തീർച്ചയായും ക്രിസ്മസിന് ഇതൊരു ബെസ്റ്റ് ഗിഫ്റ്റ് തന്നെയായിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇപ്പൊ തന്നെ പരിശോധിക്കുക. ഇങ്ങനെയുള്ള ക്രൈം, മിസ്റ്ററി, ഹൊറർ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.